പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പോക്കൺ അറബിക്കിലെ രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യനിൻ്റെ സെക്ഷൻ ബി ആണ്. അജബ് അൻ ഖംസത്തി മിനൽ അസ്അലത്തിൽ ആതിയത്തി ഫി ജുംലത്തിൻ ഔ ജുംലത്തൈനി യഹ്മിലു കുല്ലു വാഹിദ് മിൻഹാ അലാമത്തൈനി. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് 5 എണ്ണത്തിന് ഉത്തരം നൽകുക. ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ 2 സെൻറ്റൻസിൽ എല്ലാത്തിനും 2 മാർക്ക് വീതം. അലിഫ് കലിമത്തൈനി ഇലാ മജ്മുഅ, ഗ്രൂപ്പിലേക്ക് 2 പദങ്ങളെ ചേർക്കുക. മിഹൻ, ജോലികളെ കുറിച്ചാണ്. തൊബീബ്, ഡോക്ടർ. ഇപ്പം മുഹന്ദിസ്, എൻജിനീയർ. അതേപോലെ മുദരിസ്, അധ്യാപകൻ. അടുത്തത് ഖുവ്വാത്ത്, ശക്തികളെ കുറിച്ചാണ് പറയുന്നത്. അത്തൻലീം, സംഘടന. നമുക്ക് പറയാം അശ്ശുർത്ത, പോലീസ്. അൽ ജയ്ഷ്, സൈന്യം. അതിൽ അമ്ന്, ഹെർസ് ഒക്കെ പറയാം, കാവൽക്കാരൻ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയാം. അടുത്തത് 18ാമത്തെ ചോദ്യം, ലർഫ് മക്കാൻ, സ്ഥലമാണ്. അമാമു, മുന്നിൽ. തഹ്ത്ത്, താഴെ. ഖൽഫ്, മുകളിൽ. ഫൗഖ്, ഖൽഫ് പിറകിൽ, ഫൗഖ് മുകളിൽ. യമീൻ, യമീനി വലത്ത്, ഷിമാൽ ഇടത്ത് എന്നൊക്കെ പറയാം. അടുത്ത 19ാമത്തെ മുവാസലാത്ത്, ഗതാഗതത്തെ കുറിച്ച്. ഹാഫിലത്ത്, ബസ്. അപ്പം നമുക്ക് പറയാം സയ്യാറ, കാറ്. ഖിത്താർ, ട്രെയിന്. ത്വാഇറ, വിമാനം. സഫീന, കപ്പൽ എന്നൊക്കെ പറയാം. 2 പറഞ്ഞാൽ 4 പറഞ്ഞു, 2 എഴുതിയാൽ മതി. അടുത്ത 20ാമത്തെ ചോദ്യം, ഹവായാത്ത്, ഹോബികൾ. അൽ ഖിറാഅത്തു, വായന. മറ്റൊരു ഹോബിയാണ് നമുക്ക് പറയാം അർ റസ്മു. അർ റസ്മു, ചിത്രരചന. റിയാദ, സ്പോർട്സ്. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് പറയാം. കിതാബത്ത്, എഴുത്തെന്നോ അല്ലെങ്കിൽ അസബാഹ, നീന്തലെന്നോ നമുക്ക് ഇഷ്ടമുള്ള ഹോബികൾ പറയാം. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം, അജിബ് അൻ അസ്അലത്തിൽ ആതിയ, ശേഷം വന്ന ചോദ്യത്തിന് മറുപടി നൽകുക. എ, കം ഉംറുക, നിന്റെ വയസ്സ് എത്രയാണ്? ഇപ്പോൾ ആൻസറായിട്ട് നമുക്ക് പറയാം ഉംരി 20 സനത്തൻ, എനിക്ക് 20 വയസ്സാണ്. അല്ലെങ്കിൽ ഉംരി 40 സനത്തൻ, എനിക്ക് 40 വയസ്സാണ് എന്നൊക്കെ പറയാം. അടുത്ത ബി, മാദാ തഫ്അലു ഫി വഖതി ഫറായിക, നിന്റെ ഒഴിവ് സമയങ്ങളിൽ നീ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ആൻസർ പറയാം അഖ്റ ഉൽ കുത്തുബ, ഞാൻ പുസ്തകങ്ങൾ വായിക്കും. അല്ലെങ്കിൽ ഉമാരിസ് റിയാദ, ഞാൻ സ്പോർട്സ് കളിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഉഷാഹിദ് തിൽഫാസ്, ഞാൻ TV കാണും. ഇതൊക്കെ നമുക്ക് മറുപടി പറയാം. അടുത്ത 22ാമത്തെ, റത്തിബിൽ കലിമാത്തി ലി തസ്ബിഹ ജുംലത്തൻ, പദങ്ങളെ ക്രമത്തിലാക്കുക ഒരു സെൻറ്റൻസ് ആകുന്നത് വരെ. അപ്പോൾ എ, ഹാദിഹി ഇഖ്തർതു ലിമാദ ദറാസതക. അപ്പോൾ നമുക്ക് ചോദിക്കാം ലിമാദ ഇഖ്തർത ഹാദിഹി ദിറാസ, നീ ഈ പഠനം തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? അടുത്തത് ബികം അൽ ജദീദ് ഹാദ അൽ ഖലം. അപ്പോൾ നമുക്ക് ചോദിക്കാം ബികം ഹാദ അൽ ഖലമുൽ ജദീദ്, ബികം ഹാദൽ ഖലമുൽ ജദീദ്, ഈ പുതിയ പേനയ്ക്ക് എത്രയാണ്, വില എത്രയാണ്? അടുത്തത് ഉക്തബ മാന ബിൽ ലുഗത്തിൽ അറബിയത്തിൽ ഫുസ്ഹ, സ്റ്റാൻഡേർഡ് അറബി ഭാഷയിൽ അർത്ഥം എഴുതുക. സ്റ്റാൻഡേർഡ് അറബിയുടെ അർത്ഥം എഴുതുക. എന്തൊക്കെ വഖത്തിൻ
പിന്നെ തലാഖി ലഹ്ജത്തുൻ ഖതരിയ. നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സമയമുണ്ടോ? ഖത്തറി ഭാഷാഭേദത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. അത് സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് ആക്കണം. അപ്പോൾ നമുക്ക് ചോദിക്കാം, നമുക്ക് പറയാം. ഹൽ ലദൈക വഖ്തുൻ ലിനൽതഖി ലിനൽതഖി ഹൽ ലദൈക നിന്റെ അടുക്കലുണ്ടോ? വഖ്തുൻ ലിനൽതഖി കണ്ടുമുട്ടാൻ, നമുക്ക് കണ്ടുമുട്ടാൻ നിന്റെ അടുക്കൽ സമയമുണ്ടോ? നിനക്ക് സമയമുണ്ടോ? അടുത്തത് ഉസ് തബഖത്തൽ യൗം ലഹ്ജത്തുൻ സഊദിയ. ഇന്ന് നിങ്ങൾ എന്താണ് പാകം ചെയ്തത്? അത് സഊദി വകഭേദത്തിലാണ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് അറബിയിൽ ചോദിക്കാം. മാദാ തബഖ്തൽ യൗം, നീ എന്താണ് ഇന്നേ ദിവസം പാകം ചെയ്തത്? അടുത്തത് സഹീഹുൽ അഖ്താ, തെറ്റു തിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഹാദാ അമ്മത്തി ഹിയ അർദനി. ആൻസർ പറയുമ്പം ഹാദിഹി അമ്മത്തി, അമ്മത്തി എന്നുള്ള പെണ്ണായതുകൊണ്ട് ഹാദിഹി അമ്മത്തി ഹിയ അർദനി, ഇത് എൻ്റെ അമ്മായിയാണ്, അവൾ ജോർദാനിയക്കാരിയാണ്. തബി സ ഉസാഫിറു ഇലൽ ഹിന്ദി അംസി, അതിൻ്റെ അർത്ഥം സ ഉസാഫിറു ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇല്ല ഹന്ദി അംസി ഇന്നലെ ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അത് കറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ ശരിയാക്കുമ്പോൾ സാഫർത്തു ഇലൽ ഹിന്ദി അംസി എന്ന് വരും. സാഫർത്തു ഞാൻ യാത്ര ചെയ്തു, ഇലൽ ഹിന്ദി ഇന്ത്യയിലേക്ക്, അംസി ഇന്നലെ. അല്ലെങ്കിൽ നമുക്ക് സാഫിറു ഇലൽ ഹിന്ദി ഓതൻ എന്നും പറയാം. പക്ഷേ ഇത് തന്നെ ഏറ്റവും നല്ലത് ഇങ്ങനെ തന്നെ പറയുന്നതാണ്. സാഫർത്തു ഇലൽ ഹിന്ദി അംസി, ഞാൻ ഇന്നലെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തു. 25ാമത്തെ ചോദ്യം. അജബൻ അസ്ലത്തിലാത്തിയ, ശേഷം വരുന്ന ചോദ്യത്തിന് മറുപടി നൽകുക. മാതാ തദ്രിസു, നിങ്ങൾ എന്താണ് പഠിക്കുന്നത്? നമുക്ക് മറുപടി പറയാം. ഉദർജിസു അൽ ലഗത്തുൽ അറബിയ, ഞാൻ അറബി ഭാഷയാണ് പഠിക്കുന്നത്. അടുത്ത ചോദ്യം. മൻഫി ബൈത്തിക്ക, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നിന്റെ വീട്ടിൽ ആരാണുള്ളത്? അപ്പോൾ പറയാം ഫി ബൈത്തി ആയിലത്തി, എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബക്കാരുണ്ട്. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്താണ് സഹോദരങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യാം, മറുപടി നൽകാം. താങ്ക്സ് ഫോർ വാച്ചിങ്.